എന്നാ കൃഷ്ണകുമാർ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യൂ. കേട്ടില്ല മിസ്, എന്തോ പറഞ്ഞു? എന്നാ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യാമോ? ഓക്കെ. ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലെങ്കിൽ പറയണേ. സ്ക്രീൻ ഷെയർ ചെയ്യാമോ? അല്ല, എനിക്ക് ഷെയർ ഓപ്ഷൻ വരുന്നില്ല. വരുന്നില്ല. ഓക്കെ, അനഘ ഷെയർ ചെയ്യോടാ. ഓക്കെ. നിങ്ങളൊരു വർക്ക് കഴിഞ്ഞ് എത്തിയതേ ഉള്ളോ അനഘയും കൃഷ്ണകുമാറും? ഞാൻ ഇപ്പൊ മെറ്റേണിറ്റി ലീവില. ഓക്കെ. കൃഷ്ണകുമാർ വർക്ക് കഴിഞ്ഞ് എത്തിയുള്ളോ? വന്നിട്ട് ഇപ്പൊ അസൈൻമെന്റ് ചെയ്ത്. ഓക്കെ. ടൈം ഉണ്ട് കേട്ടോ. സാറ്റർഡേ സൺഡേ ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ലേ. ഞാൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. മാം ഇന്നലത്തെ റെക്കോർഡിംഗ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഫ്യൂച്ചറിലെല്ലാം എന്തെങ്കിലും ഡൗട്ട്സ് വരുമ്പോ നോക്കണം. ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് ഇന്ന് ഡാറ്റ ലിമിറ്റ് തീർന്നുപോയി. എല്ലാവരും അപ്ലോഡ് ചെയ്യുന്ന ചാനൽ ആയതുകൊണ്ട് ഡാറ്റ ലിമിറ്റ് തീർന്നുപോയി. അതിനോട് ചെയ്യാഞ്ഞതാ. ഞാൻ നാളെ തന്നെ അയച്ചേ. ശരി. ഓക്കെ. സ്ക്രീൻ കാണാമോ? കാണാം. യെസ്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു നിർത്തിയ ലൂപ്സ് ആയിരുന്നു അല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? അതെ. ഓക്കെ. സോ ഇനി ലൂപ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതായത് വാട്ട് ആർ ലൂപ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു തുടങ്ങി അല്ലേ? അതെ. സോ നമ്മൾ പറഞ്ഞു ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, വൈലെസ് ലൂപ്പ് ഉണ്ട് എല്ലാം പറഞ്ഞിരുന്നു അല്ലേ? സോ നമുക്ക് കാര്യം ചെയ്യാം, ഓരോന്നിന്റെ എക്സാമ്പിൾസ് ആയിട്ട് ചെയ്തു പോകാം. ഇതുവരെ ഞാനെടുത്ത് ഏതെങ്കിലും പോർഷൻസ് ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണ്ട ഏതെങ്കിലും പോർഷൻസ് ഉണ്ടോ? ഇല്ല, ഇതുവരെ എനിക്ക് ക്ലിയർ ആണ്. കൃഷ്ണകുമാറിനും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ബാക്കിയുള്ളതും കൂടെ വരുമ്പോഴേ ഡൗട്ട് വരും. ഓക്കെ. അല്ല, അതായത് ഞാൻ ഇതുവരെ എടുത്ത പോർഷൻസ് ആണ് ഞാൻ ചോദിച്ചത്. നോർമലി ഈ പോർഷൻസിലൊക്കെ ഞാൻ ആദ്യം ഡൗട്ട്സ് വരാറില്ല. കുറച്ച് ലൂപ്സ് കോൺസെപ്റ്റ് ഒക്കെ എത്തുമ്പോഴാണ് കുറച്ചുകൂടെ ഡൗട്ട്സ് കാര്യങ്ങൾ വരാറുള്ളത്. ഇപ്പൊ നീ ഡൗട്ട്സ് ഈ ടോപ്പിക്സ് എന്തായിരുന്നു? അല്ല, ഇഫ് എൽസ് അതും ഈ ലൂപ്പുമായിട്ടുള്ള ഡിഫറൻസ് ഓക്കെ. അതായത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഇഫ് എൽസ്, ഇഫ് എൽഫ്, ഈ മൂന്നെണ്ണവും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതിന്റെ ശേഷം ഒരു സ്പെസിഫിക് ആക്ഷൻ ഒറ്റ തവണ പെർഫോം ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സിംഗിൾ ടൈം എക്സിക്യൂട്ട് ചെയ്തുള്ളത്. മനസ്സിലായോ? ഒറ്റ തവണ. അതായത് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ പ്രിന്റ് എക്സ് എന്ന് കൊടുത്താൽ ഒറ്റ തവണ എക്സ് പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഇത് തന്നെ ഇനി കമ്മിങ് ടു ലൂപ്സിലേക്ക് വരുമ്പോ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, എനിക്ക് ഒരു 5 തവണ എനിക്ക് ഒരേ കാര്യം പ്രിന്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു ലൂപ്പിൽ ഇട്ട് കൊടുക്കാം. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 1, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ്. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണേ. സോ ഞാൻ ഒരു ലൂപ്പിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പറയാണ്, ആ ലൂപ്പിനെ എത്ര തവണ എക്സിക്യൂട്ട് ചെയ്യാൻ ഞാൻ പറയുന്നു അത്രയും തവണ അത് എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഡിഫറൻസ് ക്ലിയർ ആയോ ലൂപ്സും കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സും തമ്മിലുള്ള? എത്ര ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണമെന്ന് നമ്പർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും. നമുക്ക് നമ്പർ ആയിട്ട് കൊടുക്കണമെങ്കിൽ നമ്പർ ആയിട്ട് കൊടുക്കാം, അല്ല ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതാണ്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഇല്ല. കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേജ് ക്ലിയർ അല്ലേ?
ആൻഡ് അതിൻ്റെ സിൻടാക്സ് എക്സാമ്പിൾസ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഒരു കാര്യം ചെയ്തോടാ, loops.py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. നമ്മള് ഒരു സെപ്പറേറ്റ് പാക്കേജ് ക്രിയേറ്റ് ചെയ്തില്ല ഓപ്പറേറ്റേഴ്സിന്, പക്ഷെ ബാക്കിയെല്ലാം നമ്മള് ഈ പ്രൊജക്ടിന്റെ നമ്മളെ അകത്ത് പ്രോജക്റ്റ് തന്നെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ ഓപ്പറേറ്റേഴ്സിന് എന്താ അങ്ങനെ ചെയ്യിച്ചു വെച്ചാൽ, ഒന്നിൽ കൂടുതൽ ടോപ്പിക്സ് ഇന്റർലേറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓപ്പറേറ്റേഴ്സിന്റെ ഡെമോൺസ്ട്രേഷനും പ്രസിഡൻസും 2 ടോപ്പിക്സ് വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് രണ്ട് ഫയൽസ് ഉള്ളതുകൊണ്ട് പാക്കേജ് ക്രിയേറ്റ് ചെയ്യിച്ചതാണ്. മാൻഡേറ്ററി ഒന്നുമല്ല, ക്രിയേറ്റ് ചെയ്തേ പറ്റൂന്നൊന്നുമില്ല. ഒരു കാര്യം ചെയ്തോളൂ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഓക്കെ, എനിക്ക് വേണ്ടത് 1 തൊട്ട് 5 വരെ പ്രിന്റ് ചെയ്യണം. 1 to 5 എനിക്ക് എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യണം. ഓക്കെ, എനിക്ക് വേണ്ട ആക്ഷനാണ് അത്. അതെനിക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും? ഏത് ലൂപ്പായിരിക്കും യൂസ് ചെയ്യേണ്ടി വരും എനിക്ക്? നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പ് കറക്റ്റ്. ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ലൂപ്സിൽ ടൈപ്പ് ചെയ്തോളൂ ഫോർ I space in range ബ്രാക്കറ്റ്സിൽ 1,5 1,6 sorry 1,6 1,6 1. ഇനി കോളൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് കോളം കൊടുക്കുക. പ്രിന്റ് I ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ഏതൊരു എക്സിക്യൂട്ടായി? 1 to 3, 4, 5 3, 4, 5 പ്രിന്റ് ആയി അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിന്റെ താഴെ ഒന്ന് ടൈപ്പ് ചെയ്യടാ. ഫോർ I in range ബ്രാക്കറ്റ്സിൽ 5 എന്ന് മാത്രം കൊടുക്കാം. എന്നിട്ട് I പ്രിന്റ് ചെയ്തേ. വേണേ മുകളിലെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെ കമന്റ് ചെയ്തൂടെ? ചെയ്യാം, കുഴപ്പമില്ല. സേവ് ചെയ്യൂ, ഒന്ന് റൺ ചെയ്യൂ. ഓട്ടോ സേവ് ആവും. ഇപ്പൊ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തേ? I 0 തൊട്ട്. 0. അതെ, അതായത് ഈ ഫോർ ലൂപ്പിന്റെ ഡിഫോൾട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആണ്. ഓക്കെ, അതുപോലെ സ്റ്റെപ്പിംഗ് വാല്യൂ 1 ആണ്. അതായത് ഓരോ തവണ ഇൻക്രിമെന്റ് ചെയ്ത് വിടുന്ന വാല്യൂനാണ് സ്റ്റെപ്പിംഗ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ ലൂപ്പിന്റെ ആക്ച്വൽ സിൻടാക്സ് എന്ന് വെച്ചാൽ റേഞ്ച് യൂസ് ചെയ്തിട്ടാണെങ്കിൽ ഫോർ വാൽ ഇൻ റേഞ്ച് ബ്രാക്കറ്റ്സിൽ സ്റ്റാർട്ട് കോമ സ്റ്റോപ്പ് പ്ലസ് 1 കോമ സ്റ്റെപ്സ് ചാറ്റിലുണ്ട്. ഇതിൽ സ്റ്റാർട്ടും സ്റ്റെപ്സിനും ഡിഫോൾട്ട് ആയിട്ട് വാല്യൂസ് ഉണ്ട്.
അതായത് സ്റ്റാർട്ടിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 0യും സ്റ്റെപ്സിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് 1ഉം ആണ്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫറൻസ് അല്ലേ? അതായത് ഡിഫറൻസ് അല്ല, എത്ര, അതായത് ഇതിന്റെ വർക്കിംഗ് ഞാൻ പറയുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. സ്റ്റെപ്സ് എന്ന് വെച്ചാൽ എത്ര വാല്യൂ വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. ഈ നമ്മൾ ഫോർ വാലിൻ റേഞ്ച് എന്ന് കൊടുക്കുന്നില്ലേ, അപ്പൊ ഈ വാല്യൂവിനെ, ഈ വാൽ എന്ന് പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള വേരിയബിളില് എത്ര വാല്യൂസ് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആളാണ് സ്റ്റെപ്സ്. അതായത് 1 2 3 4 ഓർഡറിൽ പോകണോ അതോ 1 3 5 7 9 ആ ഓർഡറിൽ പോകണോ എന്ന് തീരുമാനിക്കുന്നതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇതെടുത്തേ, കോഡ് എടുത്തേ, സേവ് ചെയ്ത് എഴുതിക്കോളൂ, നോട്ട് ചെയ്തോളൂ, എന്നിട്ട് മതി. ഇവിടെ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0. സോ ഫസ്റ്റ് അപ്പൊ ഇപ്പൊ കറന്റ്ലി ഐയുടെ വാല്യൂ എന്താ? 0. ഇവിടെ ഇൻ എന്ന് പറയാൻ യൂസ് ചെയ്തിരിക്കുന്ന കണ്ടോ? ആ നമ്മൾ ഓപ്പറേറ്റേഴ്സ് പഠിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്നായിട്ടുള്ള ഓപ്പറേറ്റർ ഉണ്ടെന്ന്, ഓർക്കുന്നുണ്ടോ? നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് എന്താണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ, ഇൻ എന്ന് പറയുന്നതാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഓർക്കുന്നുണ്ടോ? മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ യെസ്, നമ്മൾ അത്രേ പറഞ്ഞിരുന്നുള്ളൂ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും എന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ അതെ. അതായത് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്, ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത് ലൂപ്സില് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രിംഗ് ഹാൻഡ്ലിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് എന്താ നിങ്ങൾക്ക് ഫർദർ പഠിക്കാനുണ്ട്. ഫോർ നൗ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ലൂപ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നിടത്താണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇന്നിനാണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യലി ഐയുടെ വാല്യൂ നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോ 0 എന്നാണല്ലേ പറഞ്ഞത്. സോ ആദ്യം എന്തിനെ പ്രിന്റ് ചെയ്തു? 0യെ പ്രിന്റ് ചെയ്തു. വൺസ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെപ്പ് വാല്യൂ എന്താണെന്ന് അഗെയിൻ ഐട്രേറ്റ് ചെയ്തു എന്ന് ചെക്ക് ചെയ്തു. നമ്മൾ സ്റ്റെപ്പ് വാല്യൂ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ? 1. സോ 0 + 1 എത്രയായി? ഇപ്പോ 1 ആയി. സോ ഇപ്പൊ കറന്റ്ലി ഐയുടെ വാല്യൂ 1 ആണ്. സോ അപ്പൊ ഏത് പ്രിന്റ് ആയി? 1 പ്രിന്റ് ആയി. അഗെയിൻ പോയി സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. 1 + 1 2 വന്നു. ആൻഡ് ആ 2 അല്ലേ ഇപ്പൊ നമ്മുടെ ഐയുടെ വാല്യൂ? അപ്പൊ ഏത് പ്രിന്റ് ആയി? 2ഉം പ്രിന്റ് ആയി. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ വരും എന്ന് പറഞ്ഞാനക്കാ? 2 ആണ് ഐ, അപ്പോൾ 2 + 1 3 വന്നു. അപ്പൊ ഐയുടെ വാല്യൂ 3 ആയി. ആൻഡ് ആ 3 പ്രിന്റ് ചെയ്തു. ഓക്കെ, കൃഷ്ണകുമാർ പറയൂ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാ വരിക? എന്തോ മിസ് കേട്ടില്ലായിരുന്നു.
കൃഷ്ണകുമാർ പറയടാ, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും വരിക? 3 വരെ പറഞ്ഞു, 4 എങ്ങനെ വരുന്നുണ്ടാവും? 3 + 1 4 മതി. യെസ്, 3 + 1 4 വരും. അതിൻ്റെ ആ 4നെ പ്രിന്റ് ചെയ്തു അല്ലേ? അതായത് ഒരു ഡൗട്ട് ഈ റേഞ്ച് 5 എന്ന് പറയുന്നത് റേഞ്ച് 0 5 1 അങ്ങനെ ഇടുന്നതിന് ഈക്വൽ എന്നാണ് പറഞ്ഞത്. അതെ, 0 5 1 എന്ന് പറയുന്നതിന് ഈക്വൽ ആണ് ജസ്റ്റ് ഫോർ I ഇൻ റേഞ്ച് ഓഫ് 5 എന്ന് എഴുതുന്നത്. കറക്റ്റ്. ആൻഡ് ഇവിടെ നെക്സ്റ്റ് ടൈം ഐട്രേറ്റ് ഇപ്പൊ എന്തായി? ഇപ്പൊ 4 വരെ വന്നു അല്ലേ? 4 + 1 5 വന്നു. 5 എത്തുമ്പോ ഈ ഐന്റെ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. I എന്ന് പറഞ്ഞ വേരിയബിള് I എന്ന് പറഞ്ഞ വേരിയബിള് പിന്നെ ഈ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അതായത് സ്റ്റോപ്പ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് ഏത് വരെ എക്സിക്യൂട്ട് ചെയ്യണമോ, എത്ര നമ്പർ ഓഫ് എക്സിക്യൂഷൻ ചെയ്യണമോ അത് +1 ആണ് എൻ്റെ കാൽക്കുലേഷൻ. അതായത് എനിക്ക് 5 വരെ പ്രിന്റ് ചെയ്യണമെങ്കിൽ എൻ്റെ കാൽക്കുലേഷൻ എന്താണ് വരിക? 6 വരും. കറക്റ്റ്. ക്ലിയർ ആണോടാ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എനിക്ക് 1 തൊട്ട് 5 വരെയുള്ള 1 to 6 1 3 5 എന്നിങ്ങനെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, 1 3 5 3 വാല്യൂസ് ആണ് എനിക്ക് പ്രിന്റ് ചെയ്യാനുള്ളത്. എങ്ങനെ എനിക്ക് ഐ വെച്ച് ഫോർ ലൂപ്പ് വെച്ച് കൊടുക്കാൻ പറ്റും? range 1 5 വരെയാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ലിമിറ്റ് എന്താ വരിക? 6 കറക്റ്റ്. 1 6 2 കറക്റ്റ്. ക്ലിയർ ആണോ കൃഷ്ണകുമാർ? ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ കൃഷ്ണകുമാർ പറഞ്ഞേനി അടുത്തത്. എനിക്ക് വേണ്ടത് 1 to 6 തന്നെയുള്ള ഈവൻ നമ്പേഴ്സ്, 2 to 6 ഈവൻ നമ്പേഴ്സ്. ഓക്കെ, റേഞ്ച് 2 7 2 2 7 2 കറക്റ്റ്. സോ ഫോർ I ഇൻ റേഞ്ച് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? അതെ. ഇനി ഒരു കാര്യം ചെയ്യൂ, ജസ്റ്റ് ഒരു വേരിയബിളിലേക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു നെയിം സെറ്റ് ചെയ്യൂ. നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം തന്നെ സെറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ANAGHA ഇത്രയും എനിക്ക് സെപ്പറേറ്റ്ലി പ്രിന്റ് ചെയ്ത് കിട്ടണം. സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങിന്റെ മുകളിൽ കൂടെ ഒരു ഐട്രേഷൻ നടത്താനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ. സോ ഒരു ഐട്രേഷൻ നമുക്കിവിടെ ഐട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്താണ്? ഫോർ ലൂപ്പ്. അപ്പൊ എഴുതിക്കോളൂ, ഫോർ I ഇൻ നെയിം പ്രിന്റ് പ്രിന്റ് നെയിം. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേടാ. എത്ര തവണ പ്രിന്റ് ആയത്? 3 4 5 6 times. 6 ടൈംസ് പ്രിന്റ് ആയി അല്ലേ? എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതില്? 6 letters. 6 ലെറ്റേഴ്സ്. അപ്പൊ അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും തവണ നമ്മളുടെ നെയിം നമുക്ക് പ്രിന്റ് ആയി കിട്ടി അല്ലേ? ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ഓപ്പറേറ്ററിനെ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ. ഇപ്പൊ നമുക്ക് ഓരോ ലെറ്റർ ആയിട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പഠിക്കാനുണ്ട്, ഫർദർ പഠിക്കാനുണ്ട്. സ്ട്രിങ് ഹാൻഡ്ലിങ്ങിൽ പഠിക്കും നമ്മൾ. സ്ട്രിങ്ങിനെ നമുക്ക് അങ്ങനെ ബേസിക് ആയിട്ട് ഫോർ ലൂപ്പിൽ യൂസ് ചെയ്ത് പഠിക്കാം എന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫോർ ലൂപ്പ് ഡൗട്ട് ഉണ്ടോ കൃഷ്ണകുമാർ? അനഘ ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഇല്ല. ഇല്ല. ഓക്കെ, കൃഷ്ണകുമാറിന് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞ? വൈൽ ലൂപ്പ് അല്ലേ? അതെ. വൈൽ ലൂപ്പ് എടുത്തോളൂ. ഒരു കാര്യം ചെയ്യൂ, അതിനെ താഴെ ടൈപ്പ് ചെയ്യൂ. ഓക്കെ, വൈൽ ലൂപ്പ് എടുക്കുന്നതിന് മുൻപ് നമുക്ക് സ്ട്രിങ്സിന്റെ ബേസിക് ആയിട്ടുള്ള 1-2 ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പൊ ഈ അനഘ എന്ന് എഴുതിയത്, ഈ അനഘ എന്ന് എഴുതിയ പേരില് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കൊന്ന് റിട്ടേൺ ചെയ്യണമെന്ന് വിചാരിക്കൂ. ഇത് ബേസിക്കലി സ്പീക്കിംഗ് എൻ്റെ വേരിയബിളിന്റെ ലെങ്ത് ആണ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ താഴെ ടൈപ്പ് ചെയ്യൂ. ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ, സൈസ് ഈക്വൽസ് സൈസ് സൈസ് ഈക്വൽസ് നെയിം ഡോട്ട് len ഓഫ് നെയിം ഡോട്ട് len അല്ല, സോറി തെറ്റി പറഞ്ഞതാണ്. len ഓഫ് നെയിം ഡോട്ട് വേണ്ട, len. നെയിം റിമൂവ് ചെയ്യടാ, എന്നിട്ട് len മാത്രം വെച്ചേ. ബ്രാക്കറ്റ്സിലൂടെ കൊടുക്കേണ്ടതാണ് നെയിം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയേ സൈസിനെ പ്രിന്റ് ചെയ്തേടാ. ഓക്കെ, ഇപ്പൊ എന്താ പ്രിന്റ് ആയേ? 6 അല്ലേ? താഴെ കൊടുക്കുവിന് ഫോർ ഐ ഇൻ റേഞ്ച്, താഴെ കൊടുക്കണം. ഫോർ ഐ ഇൻ റേഞ്ച് 2 തവണ ഇൻ വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഈ സൈസ് എത്തുന്നത് വരെയുള്ള ലെറ്റേഴ്സ് ആണ് എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെയായിരിക്കും റേഞ്ച് കൊടുക്കുന്നത്? സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ സ്പെഷ്യലി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് 1 ആണ് അല്ലേ? അപ്പൊ നമ്മള് 7 കറക്റ്റ്. 7 കൊടുക്കരുത്, റാൻഡം ആയിട്ട് കൊടുക്കാം. എങ്ങനെയാണ്? സൈസ് പ്ലസ് 1 പ്ലസ് 1 കോളൻ പ്രിന്റ് ഐ. ഓക്കെ, പ്രിന്റ് ഓഫ് ഐ അല്ല കൊടുക്കേണ്ടത്, പ്രിന്റിൽ കൊടുക്കേണ്ടത് നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ. സൈസ് പ്ലസ് 1 എവിടെ ആഡ് അടിച്ചത്? സൈസ് മാത്രം കൊടുത്തേ.
ഇവിടെ ആ എന്താ പ്രിന്റ് ആയത് നമുക്ക്? ലെറ്റേഴ്സ് പ്രിന്റ് ആയി. ലെറ്റേഴ്സ് എൻറ്റയർലി പ്രിന്റ് ആയി അല്ലേ? പക്ഷെ ഇത് മനസ്സിലായില്ല. പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞുതരാം. നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡബിൾ കോട്ട്സിൽ നിങ്ങളുടെ നെയിം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിനെ ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത് ക്ലിയർ ആണോ? അതെ. ആൻഡ് എലിയൻ ഓഫ് നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ സ്ട്രിങ്ങിന്റെ ലെങ്തിനെ അങ്ങ് ഫെച്ച് ചെയ്തു. അത് ക്ലിയർ ആണോ? അതെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് സൈസ് എന്ന് കൊടുത്തു അല്ലേ? ഈ സൈസിൽ എന്താ വാല്യൂ ഉള്ളതെന്ന് പറയൂ. കറന്റ്ലി 6. സ്ട്രിങ്ങിന്റെ ഇൻഡെക്സ് വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്. ഓക്കെ, അതായത് അനഘ എന്ന് കൊടുക്കുമ്പോൾ അതിലെ എ എന്ന് പറഞ്ഞ വേരിയബിളിന് ക്യാരക്ടറിൽ ഉള്ള ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും. ക്ലിയർ ആണോടാ? അതിന്റെ ഇൻഡെക്സ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും അതിന്റെ ഇൻഡെക്സ് വാല്യൂ. സോ ആ 0 എന്ന് പറഞ്ഞ ഇൻഡെക്സ് വാല്യൂ യൂസ് ചെയ്തിട്ട് 0, 1, 2, 3, 4, 5 മൊത്തം എത്ര എണ്ണായി? ഇപ്പോ 6 ക്യാരക്ടേഴ്സ് ആയി അല്ലേ? അതായത് ലാസ്റ്റ് ക്യാരക്ടറിന്റെ ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സൈസ് -1 ആയിരിക്കും. മനസ്സിലായടാ? അതായത് നമുക്ക് 6 എന്താ പറയാ സൈസ് കിട്ടിയ 6 ആണെങ്കിൽ അനഘയുടെ ലാസ്റ്റ് എ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്ന ഇൻഡെക്സ് വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് സൈസ് എന്ന് കൊടുത്തത്. അത് എത്ര തവണ എക്സിക്യൂട്ട് ആവും നമ്മുടെ ഈ കേസിൽ? അതെ, 6 വരെ, അതായത് 0, 1, 2, 3, 4, 5 വരെ എക്സിക്യൂട്ട് അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? പ്രിന്റ് നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ അല്ലേ? നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ എന്ന് പറയുമ്പോൾ ഇതൊരു ഫോർമാറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇൻഡെക്സ് വാല്യൂ ഉണ്ട് ഇതിനെന്ന് പറഞ്ഞിരുന്നു അല്ലേ? സോ ഈ ഇൻഡെക്സ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ഈ ഇൻഡെക്സ് വാല്യൂവിനെ നമുക്ക് വേണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിലിട്ട് കൊടുക്കാം സ്ട്രിങ്സിൽ. നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ എന്ന് വിളിച്ചാൽ അവിടെ എക്സിക്യൂട്ട് ആവുന്നത് എങ്ങനെയായിരിക്കും? നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 0. അപ്പൊ ഏത് ക്യാരക്ടറിനെ ക്യാച്ച് ചെയ്തു? എ. അടുത്ത ഇറ്ററേഷനില് നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 ആയി നമ്മുടെ ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് വെച്ചിട്ട്. അപ്പൊ ഏതായിരിക്കും പ്രിന്റ് ആവുന്നത്? n. അങ്ങനെ 5 വരെ പ്രിന്റ് ആയി. 6ലേക്ക് എത്തുമ്പോ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് പ്രിന്റ് ആവില്ല. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എറർ അടിച്ചത്. അതായത് 6ൽ വാല്യൂ ഇല്ല. 6 എന്ന ഇൻഡെക്സിന് നമുക്ക് വാല്യൂ ഇല്ല. വാല്യൂ ഇല്ലാത്തൊരു ഇൻഡെക്സിലാണ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചത് സൈസ് +1 കൊടുത്തപ്പോ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എറർ അടിച്ചത്. സൈസ് കൊടുത്തപ്പോ എറർ ഫിക്സ് ആയി. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ ഏതെങ്കിലും പോർഷൻ? ഞാനിപ്പോ ഈ പറഞ്ഞ സ്ട്രിങ്ങിന്റെ ഏതെങ്കിലും പോർഷൻ ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? കൃഷ്ണകുമാർ, മനസ്സിലായി. കൃഷ്ണകുമാറിന് മനസ്സിലായോടാ? ഏതാണ്ട് എന്തൊക്കെയോ
എവിടെയാ മനസ്സിലാവാത്ത? ഏത് പോയിന്റ് വെച്ചാ മനസ്സിലാവാത്ത പറഞ്ഞോ? ഈ ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ് ടു ലെഫ്റ്റ് അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല, ഇതിന് അങ്ങനത്തെ കേസ് ഒന്നും ഇല്ല. നമ്മൾ റീഡിംഗ് ഫോർമാറ്റിൽ തന്നെ എഴുതി പോവാന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനത്തെ അസോസിയേറ്റിവിറ്റി പ്രശ്നങ്ങളൊന്നുമില്ല. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു വേണ്ടത്? പ്യുവർലി ഓപ്പറേറ്റേഴ്സിൽ വന്ന കാര്യമാണ്. അതായത് ഏത് ഓപ്പറേറ്റേഴ്സിൽ വന്നായിരുന്നു അത്? അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ അല്ലെങ്കിൽ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇവിടെയും നമ്മൾക്ക് അതേ പറഞ്ഞ അസോസിയേറ്റിവിറ്റി അപ്ലിക്കബിൾ ആണ്. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള ഒന്നുമില്ല. നോർമൽ റീഡിംഗ് മോഡൽ തന്നെയാണ് വരുന്നത്. അതായത് ലെഫ്റ്റ് ടു റൈറ്റ് തന്നെയാണ് അതിന്റെ അലൈൻമെന്റ് വരുന്നത്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ ഇനി ഏതെങ്കിലും പോർഷൻ? ഇല്ല. ഓക്കെ, എങ്കിൽ കൃഷ്ണകുമാർ പറയൂ. ഇനി ഒരു കാര്യം ചെയ്യൂ, സ്കൂൾ നെയിം എന്ന് കൃഷ്ണകുമാർ ഷെയർ ചെയ്യാൻ പറ്റുമോ? കൃഷ്ണകുമാറിന് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനോ? ഷെയർ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല, എനിക്ക് രണ്ടുപേരുടെ സ്ക്രീൻ കാണാലോ. കൃഷ്ണകുമാർ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമെന്ന്. ഷെയർ ഓപ്ഷൻ ഹൈഡ് ആയി കിടക്കുവാണോ? ഓക്കെ, കുഴപ്പമില്ല, എനിക്ക് പറഞ്ഞാലും മതി. അതായത് ഞാനൊരു വേരിയബിൾ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. സ്കൂൾ നെയിം ഈക്വൽസ് ABC. ഓക്കെ, ഈ സ്കൂൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിളിൽ നിന്ന്, അത് സ്ട്രിങ് ആണ്. ഓക്കെ, എനിക്കിതിൽ A എന്ന് പറഞ്ഞ വാല്യൂ ആക്സസ് ചെയ്യണം. ABCയിലുള്ള A എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് ആക്സസ് ചെയ്യണം. എങ്ങനെയായിരിക്കും ഞാൻ പ്രിന്റ് കൊടുക്കുക? ഒന്ന് കൊടുത്തേ. സ്കൂൾ നെയിം അണ്ടർസ്കോർ അല്ല സ്കൂൾ അണ്ടർസ്കോർ നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ 0. ഓക്കെ, C ആണ് വേണ്ടതെങ്കിലോ 2 വരും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത് ഡീറ്റെയിൽഡ് ആയി നമുക്ക് സ്ട്രിങ് എടുക്കാം. ഫോർ നൗ ഇത്രയും അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി കാര്യം ചെയ്യടാ, വർക്ക് സ്പേസിലേക്ക് തിരിച്ചു വരൂ. നമുക്ക് ഓൾറെഡി നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടല്ലോ, അത് മതി. താഴേക്ക് വാടാ, എൻ്റർ അടിച്ചേ. എനിക്കിനി വേണ്ടത് ഇതിലുള്ള നമ്പർ ഓഫ് വവ്വൽസിനെ എനിക്ക് കൗണ്ട് ചെയ്യണം. ഈ നെയിമിൽ എത്ര വവ്വൽസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് എനിക്ക് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഈ നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ്ങില് എത്ര വവ്വൽസ് ഉണ്ടെന്ന് ഫൈൻഡ് ചെയ്ത് എനിക്കൊന്ന് ടോട്ടൽ ഒന്ന് കൗണ്ട് കിട്ടണം. ഓക്കെ, സോ ഈ സിനാരിയോയില് നമ്മൾക്ക് ഇതൊരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? എങ്ങനെ കൊടുക്കാം? ടൈപ്പ് ചെയ്യൂ, while I less than ln of A. ഓക്കെ, കോളം കൊടുക്കണം. എൻ്റർ അടിക്കും. ഇവിടെ എക്ക് പകരം എന്ത് കൊടുക്കണം? നെയിം കൊടുക്കണം, അല്ലെ I less than സൈസ് കൊടുത്താലും മതി.
ബിക്കോസ് എലിയൻ ഓഫ് നെയിമിൽ എന്താ, നെയിം ഓൾറെഡി സൈസിലേക്കാണ് സേവ് ചെയ്തിരിക്കുന്നത്. എലിയൻ ഓഫ് സൈസ് അല്ല, എലിയൻ ഓഫ് നെയിം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ. അല്ല ഉം. അല്ലെങ്കിൽ ഐ ലെസ് ദാൻ സൈസ് എന്ന് കൊടുത്തൂടെ? ഐ ലെസ് ദാൻ സൈസും കൊടുക്കാം. യെസ്, കൊടുക്കാം. ഓക്കെ. ഇനി ഇതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? വവൽസ് ഏതൊക്കെയാ? എ ഐ ഒ യു. എ ഐ ഒ യു. സോ ഇവിടെ നമുക്ക് എന്താ ചെക്ക് ചെയ്യണം? ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഇവിടെ ഐ ഈക്വൽസ് 0 എന്ന് ഇതിന്റെ തൊട്ട് മുകളിൽ ഡിഫൈൻ ചെയ്യടാ. വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഐ ഈക്വൽസ് 0, അതുപോലെ കൗണ്ട് ഈക്വൽസ് 0, രണ്ട് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചോളൂ. ഐ ലെസ് ദാൻ എലിയൻ ഓഫ് നെയിം. നെയിം ഈക്വൽസ് അനഘ ഇപ്പുറത്തേക്ക് താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ, മതി. while I less than alien of name. എനിക്കിനി എന്ത് ചെയ്യണം? ഈ നെയിം എന്ന് പറഞ്ഞ സ്ട്രിങ് ഗിവൺ ഇൻഡെക്സിലുള്ള വാല്യൂ എന്താന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പൊ എങ്ങനെ കൊടുക്കാം? അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യേണ്ടി വരിക? കൃഷ്ണകുമാർ പറഞ്ഞേ. ഞാനൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിന്റെ അക്കോർഡിംഗ് എനിക്ക് എന്ത് ചെയ്യണം? ആക്ഷൻസ് പെർഫോം ചെയ്യണം. ഇപ്പൊ ഒരു കണ്ടീഷൻ എനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഏത് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്? ഇഫ് യൂസ് ചെയ്യാം. ഓക്കെ, കൊടുത്തു നോക്കിക്കേ. ഇഫ് ഈ വയലിനൊപ്പം തന്നെ നമുക്ക് ഇഫും കൊടുക്കാല്ലേ? ഇല്ല ഇല്ല, അത് ഇൻഡന്റേഷൻ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇഫ് ഐ ആണോ അതോ നെയിം ഓഫ് ഐ ആണോ വരിക? ഐ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കൂ കേട്ടോ. ഈ നെയിം ഓഫ് ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡെക്സിനെ അല്ലേ? അതെ, ആ ഇൻഡെക്സിലുള്ള വാല്യൂവിന്. അതായത് 0th ഇൻഡെക്സിലുള്ള വാല്യൂ, ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ അങ്ങനെ കിട്ടാനായിട്ട്. ഓ ഓക്കെ. ഇഫ് നെയിം ഓഫ് ഐ നെയിം ഓഫ് ഐ ഡബിൾ ഈക്വൽസ് എ. സിംഗിൾ കോട്ട്സിൽ എ കൊടുത്തേടാ. ഇതേപോലെ സ്ട്രിങ് അല്ലേ? അതൊരു ക്യാരക്ടർ ആണ്. സിംഗിൾ ക്യാരക്ടർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂ. ഡിവിഷണൽ. യെസ്. print I
പ്രിന്റ് ഐ അല്ല വരേണ്ടത്. അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം കൗണ്ട് ഈക്വൽസ് 0 എന്ന് പറഞ്ഞ് അസൈൻ ചെയ്തിട്ടില്ലേ? ആ കൗണ്ടിനെ 1 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തോളൂ. കൗണ്ട് പ്ലസ് 1 അതെ, കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 പ്രിന്റ് ചെയ്യേണ്ടത്. ഇവിടെ മാറ്റി കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുക്കാനോ? അല്ല, കൗണ്ട് ഈക്വൽസ് 0 തന്നെ. പ്രിന്റിന് പകരം കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 ചെയ്തേ ഫസ്റ്റ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തേ. പ്രിന്റ് കൊടുക്കണം. ഇനി പ്രിന്റ് കൊടുക്കണമെന്നില്ല, കുഴപ്പമില്ല. പിന്നെ കൗണ്ട് കഴിഞ്ഞിട്ട് ആരെയും കൂടി ഇൻക്രിമെന്റ് ചെയ്യണം നമ്മള്. പക്ഷേ പറയാം. ഹലോ, ഞാൻ വരാം. ജസ്റ്റ് 1 സെക്കൻഡ് വരുന്നേ. ഒരു കാര്യം ചെയ്യൂ. നമ്മളിപ്പോ നെയിം ഓഫ് ഐ ഈക്വൽസ് എ എഴുതിയില്ലേ? അതിൽ ഓർ കണ്ടീഷൻ എഴുതിയിട്ട് എ ഇ ഐ ഒ യുവിനൊക്കെ കണ്ടീഷൻ എഴുതിക്കേ. ഓർ നെയിം ഓഫ് ഐ ഡബിൾ ഈക്വൽസ് എ ഓർ മുകളില് ഇഫ് കണ്ടീഷനിൽ തന്നെ സ്പേസ് ഓർ ഇട്ടിട്ട് കൊടുത്തേടാ. അങ്ങനെ കൊടുക്കല്ലടാ. നെയിം ഓഫ് ഐ ഡബിൾ ഈക്വൽസ് എ ഓർ അടുത്ത കണ്ടീഷൻ ആയിട്ട് കൊടുത്തേ ഓർ നെയിം ഓഫ് ഐ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ. അപ്പൊ ഓർ നമ്മൾ നെക്സ്റ്റ് ലൈനിലാണോ കൊടുക്കുക? അങ്ങനെയില്ല, സെയിം ലൈനിൽ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓർ നെയിം സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഐ ഡബിൾ ഈക്വൽസ് ഇ. അടുത്ത ഒരു കണ്ടീഷൻ എന്താ വരിക? അപ്പൊ കൃഷ്ണകുമാർ പറഞ്ഞേ. കൃഷ്ണകുമാർ പറയടാ. നെയിം സ്ക്വയർ ബ്രാക്കറ്റിൽ ഐ ഡബിൾ ഈക്വൽ ടു ഐ, അത് കഴിഞ്ഞ് ഓ, അത് കഴിഞ്ഞ് യെസ്, കറക്റ്റ്. കഞ്ഞി ഉണ്ടാക്കി. ഇനി കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 കഴിയുമ്പോ നമുക്ക് എന്താ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അലൈൻമെന്റ്
ഇങ്ങനെ ഇത് കുഴപ്പമുണ്ടോ? ഇന്റർനാഷണൽ അടിക്കണ്ടേ ഫിക്സ് ചെയ്താൽ മതി. നോ ഇഷ്യൂസ്. ഓക്കെ. ഈ കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തോളൂ. ഇഫിന്റെ സെയിം അലൈൻമെന്റിലേക്ക് വരാം. ബാക്ക് സ്പേസ് അടിക്കാം. I ഈക്വൽസ് I പ്ലസ് 1. അത് നമുക്ക് എങ്ങനെ എഴുതാം? I പ്ലസ് ഈക്വൽസ് 1 എന്നും എഴുതാം അല്ലേ? ആ I ഈക്വൽസ് I പ്ലസ് 1 അല്ലെങ്കിൽ I പ്ലസ് ഈക്വൽസ് 1 ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഇനി വൈൽ ലൂപ്പിന്റെ പുറത്തേക്ക് വന്നിട്ട് എൻ്റർ അടിക്കുക, ബാക്ക് സ്പേസ് അടിക്കുക. പ്രിന്റ് കൗണ്ട്. പ്രിന്റ് ചെയ്ത് നോക്കിയേ. എന്താ പ്രിന്റ് ആയേ? നമ്പർ ഓഫ് വവൽസ് പ്രിന്റ് ആയി കിട്ടിയോ? പക്ഷെ ഇതിന് 3 A ഇല്ലേ? മൂന്നല്ലേ വന്നിട്ടില്ലേ? 2. ഓക്കെ. അതിലെന്തോ ലേറ്റ് ആയി പോലെ പറഞ്ഞുതരാവേ അനഘ. ഹലോ ഹലോ ഹലോ, കേക്കാമോ? മാം സോറി, ഞാൻ ഇന്ന് കുറച്ച് സിക്കായിട്ട് ഞാൻ ലീവ് എടുത്തായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി. അത് കുഴപ്പമില്ല. എന്നാ താന്ന് വേണമെങ്കിൽ റെക്കോർഡിങ്സ് കേട്ടോടാ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ I ഈക്വൽസ് 0. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. അതില് 2 പ്രിന്റ് ആയിട്ടുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽസ് കൊടുക്കുക. I ലെസ് ദാൻ ഓർ ഈക്വൽസ് ln ഓഫ് നെയിം. എക്സിക്യൂട്ട് ചെയ്യും ഒന്നുകൂടി. ഓക്കെ, I ലെസ് ദാൻ തന്നെ ചൂടില്ല. I ലെസ് ദാൻ തന്നെ ആക്കിക്കോളൂ. Okay, name of I double equals A E I O U. ഒരു കാര്യം ചെയ്യൂ. കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1. കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 ഇഫിന്റെ അകത്ത് തന്നെയല്ലേ വരുന്നേ? അല്ല, ഇഫ് ലൂപ്പിന്റെ ഇഫ് കണ്ടീഷന്റെ അകത്തല്ല വരുന്നേ. അല്ല, ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ? ഇഫ് കഴിഞ്ഞ യെസ്, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തു. ഇഫിന്റെ ഇൻഡന്റേഷനിലല്ലേ വരുന്നേ? അതെ, ഇൻഡന്റേഷനിലാണ്. I ഈക്വൽസ് I പ്ലസ് 1. പ്രിന്റ് കൗണ്ട് ചെയ്തു. അത് ഡ്യൂപ്ലിക്കേഷൻ വന്നുകൊണ്ടായിരിക്കാം. അതായത് ഓൾറെഡി A കൗണ്ട് ചെയ്ത് പോയത് കൊണ്ട് ലാസ്റ്റ് വൺ കൗണ്ട് ചെയ്യാതെ പോവാ. വേറൊരു നെയിം കൊടുത്തു നോക്കൂ. അവിടെ വേറെ അനഘ മാറ്റി വേറൊരു നെയിമോടെ ആഡ് ചെയ്യൂ. ഇഷ്ടമുള്ളൊരു പേര് കൊടുത്തോളൂ. ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്യൂ.
അഗെയിൻ 2 ആണ് പ്രിന്റ് ചെയ്തത്. ഇവിടെ 3 എണ്ണം ഉണ്ട്. ഓക്കെ, കാരണം എന്താ? എടാ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് അല്ലേ കൊടുത്തിരിക്കുന്നത്? ആ എവിടെയാ നമ്മള് ഓക്കെ, ഇവിടെ നമ്മള് സ്മോൾ ലെറ്റേഴ്സ് ആ കൊടുത്തിരിക്കുന്നത്. അതെ, ഒന്ന് സ്മോൾ ലെറ്ററിൽ കൊടുത്തു നോക്കിക്കേ അഞ്ജലിന്ന്. നമുക്കിനി പഠിക്കാനുണ്ട് കേട്ടോ, അതെങ്ങനെ എല്ലാറ്റിനെയും ലോവർ കേസ് കൺവേർട്ട് ചെയ്യാം, അപ്പർ കേസ് കൺവേർട്ട് ചെയ്യാം, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പൊ കറക്റ്റ് ആയല്ലേ? പക്ഷെ എനിക്ക് ഈ ലോജിക്ക് മനസ്സിലായില്ല. എങ്ങനെയാവും വരും? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നെയിം അസൈൻ ചെയ്തു, ഐ ഈക്വൽസ് 0 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു, കൗണ്ട് ഈക്വൽസ് 0 എന്നൊരു വാല്യൂ അസൈൻ ചെയ്തു അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ LN ഓഫ് നെയിം എന്ന് പറയുമ്പോൾ അതിന് എന്താ വാല്യൂ ഉണ്ടായിരിക്കും ഇവിടെ? ആ നെയിമിന്റെ ലെങ്ത് ആയിരിക്കും അല്ലേ? സോ വൈൽ I ലെസ് ദാൻ LN ഓഫ് നെയിം അല്ലേ? അതെ. സോ വൈൽ I ലെസ് ദാൻ LN ഓഫ് നെയിം എന്ന് പറയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഇനീഷ്യലി ഐയുടെ വാല്യൂ എന്തായിരിക്കും? ഇനീഷ്യലി ഐയുടെ വാല്യൂ എന്താടാ? 0. 0 ലെസ് ദാൻ ലെങ്ത് അല്ലേ? അതെ. 0 ലെസ് ദാൻ ലെങ്ത് ആണ് അല്ലേ? 0 ലെസ് ദാൻ ലെങ്ത് ആണ്. അപ്പൊ ഐട്രേഷൻ വന്നു. ഇപ്പൊ നെയിം ഓഫ് 0 ഈക്വൽസ് A ആണോ എന്ന് വന്നു അല്ലേ? സോ ഫസ്റ്റ് ഐട്രേഷനിൽ നോക്കി, ഫസ്റ്റ് ഐട്രേഷനിൽ വന്ന് നോക്കുമ്പോൾ ആ ഐയുടെ വാല്യൂ സാറ്റിസ്ഫൈ ആയി. കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1, കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്ത് വിട്ടു അല്ലേ? ദെൻ ആ ഇഫിൽ നിന്ന് പുറത്തു വരുമ്പോ എന്താ സ്റ്റേറ്റ്മെന്റ് കാണുന്നേ? I ഈക്വൽസ് I പ്ലസ് 1 എന്ന് പറയുമ്പോ ഇപ്പൊ ഐയുടെ വാല്യൂ എന്താ? 1 ഈസ് അഗെയിൻ ലെസ് ദാൻ ലെങ്ത് ആണോ? അതെ. ഇപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നെയിം ഓഫ് I എടുക്കുമ്പോ എന്താ വാല്യൂ വരുന്നേ? നെയിം ഓഫ് 1 എന്താ റിട്രീവ് ചെയ്യാ? n എന്ന് പറയുന്നത് ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ കൗണ്ടിലേക്ക് കടക്കില്ല, ഡയറക്ട്ലി I ഈക്വൽസ് I പ്ലസ് 1 വരും. അല്ല, എന്റെ ഡൗട്ട് അതല്ല, ഇതെങ്ങനെയാ കൗണ്ടിലേക്ക് പോയത്? ഇതൊരു ഡിഫറെന്റ് വേരിയബിൾ അല്ലേ? ഇവിടെ ഒന്നും ഇതിനെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടില്ലേ കൗണ്ട് ഈക്വൽസ് 0 എന്ന്? ഉണ്ട്. അത് ഇനീഷ്യലൈസ് ചെയ്തതല്ലേ നമ്മൾ കൗണ്ട് എന്ന വേരിയബിളിനെ? ഞാൻ ചോദിക്കുന്നത്, ഇത് ഇത്രയും നോക്കി കഴിയുമ്പം ഡയറക്റ്റ് I ഈക്വൽ ടു I പ്ലസ് 1 പോകുന്നത്? അതെ. അതായത് ഇത് തമ്മിൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കൗണ്ടും ഈ കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വവൽസിന്റെ കൗണ്ട് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൗണ്ടർ വാല്യൂ ആണ്. ഓക്കെ, കൗണ്ട് ഈക്വൽസ് 0 അല്ലെങ്കിൽ കൗണ്ട് ഈക്വൽസ് 1 എന്ന് പറഞ്ഞ് പോകുന്ന വാല്യൂ എന്താണ്? ഇതിന്റെ കൗണ്ടർ വാല്യൂ ആണ്. മനസ്സിലായടാ? ഓക്കെ. I എന്ന് പറയുന്നത് നമ്മളുടെ വൈൽ ലൂപ്പ് എത്ര തവണ ഐട്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഐട്രേറ്റർ ആണ്.
ഓക്കെ. അപ്പൊ ഇവിടെ കൗണ്ട് ഈക്വൽ ടു I പ്ലസ് അങ്ങനെ ഇറ്റ് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1 അല്ലേ കൊടുത്തിരിക്കുന്നേ? അതെ. കൗണ്ടിന്റെ ആദ്യം കൗണ്ടിന്റെ വാല്യൂ എന്താണ്? 0 ആയിരുന്നു അല്ലേ? 0 പ്ലസ് 1 എന്താ പറഞ്ഞേ? 1. 1. അപ്പൊ കറന്റ്ലി കൗണ്ടിന്റെ വാല്യൂ 1 ആയി മാറി അല്ലേ? അടുത്തൊരു വവലിന്റെ ഒക്യുറൻസ് വരുമ്പോ ആ 1 പ്ലസ് 1 അല്ലേ ചെയ്യുന്നേ? അതെ. യെസ്, അപ്പൊ അത് 1 പ്ലസ് 1 ആയി അല്ലേ? ഇപ്പൊ 2 അഗെയിൻ അടുത്തൊരു വവലിന്റെ ഒക്യുറൻസ് വരുമ്പോ ആ 1 പ്ലസ് 1 എന്തായി? 2 പ്ലസ് 2 എന്തായി? 2 പ്ലസ് 1 3 ആയിട്ട് മാറി. ഇനി വരുന്ന ആൽഫബറ്റ് വവൽ അല്ലെങ്കിൽ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ അതായത് ഇപ്പം ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ നേരെ ഇതിലേക്ക് കേറി പോവും. അതെ അതെ. ഇപ്പൊ മനസ്സിലായോ? ഒരു ഡൗട്ട്, ഈ ഓറിനും എലീഫിനും ഒരേ ഇതാണ്? ഓറും എലിഫും സെയിം അല്ല. ഓർ എന്ന് വെച്ചാൽ either of these conditions സാറ്റിസ്ഫൈ ചെയ്താലെന്നാണ് ഉദ്ദേശിക്കുന്നത്. എലിഫ് എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ. ഇത് വേണമെങ്കിൽ എലിഫിലേക്ക് റീകൺസ്ട്രക്ട് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഇഫ് നെയിം ഓഫ് I ഡബിൾ ഈക്വൽസ് A, കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1. എലിഫ് നെയിം ഓഫ് I ഡബിൾ ഈക്വൽസ് E, കൗണ്ട് ഈക്വൽസ് കൗണ്ട് പ്ലസ് 1. അങ്ങനെ എഴുതാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷെ അത് കുറച്ചുകൂടെ ലോങ്ങർ കോഡാവും, കോംപ്ലക്സ് കോഡാവും ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഇഫ് കണ്ടീഷനിൽ ഓർ വെച്ച് എഴുതിയത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ വൈൽ ലൂപ്പ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞ I എന്ന് പറയുന്നത് നെയിമിലെ പൊസിഷൻ ആണോ നമ്മൾ? പൊസിഷൻ ആണ് എടുക്കുന്നത്. അതെ, നെയിമിന്റെ പൊസിഷൻ, നെയിമിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെയും പൊസിഷൻ. നെയിമിലെ ഓരോ ക്യാരക്ടേഴ്സും ഉണ്ടല്ലോ, ഓരോ ക്യാരക്ടേഴ്സിന്റെ പൊസിഷൻ ആണ് I എന്ന് വെച്ച് നമ്മൾ ഫെച്ച് ചെയ്യുന്നത്. അതേപോലെ കൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വവൽസ്. നമ്പർ ഓഫ് വവൽസ് ആണ് എടുക്കുന്നത്. കറക്റ്റ്. ക്ലിയർ ആണോടാ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണോ? കുഴപ്പമില്ല. ഓക്കെ, ജസ്റ്റ് ഒരു വട്ടം കൂടെ നോക്കൂ. ക്ലിയർ ആവുന്നില്ല ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നാളെ പറഞ്ഞുതരാമേ. ഓക്കെ, ഒന്നുകൂടെ റെക്കോർഡിംഗ് ഒക്കെ കണ്ടിട്ട്. ഓക്കെ. ഇൻഡന്റേഷൻ മാറുന്നത് എങ്ങനെയാന്ന് ഒരു പിടിയില്ല. ഇൻഡന്റേഷൻ മാറുന്നത്, നിങ്ങളിപ്പോ ഒരു ഇഫിന്റെ ബ്ലോക്ക് എഴുതി, ഇഫ് കണ്ടീഷൻ എഴുതി, എൻറ്റർ അടിക്കുമ്പോൾ ഒരു പൊസിഷൻ ഇല്ലേ? ഓക്കെ, ബട്ട് ഞാൻ ആ ഓർ അടിക്കുമ്പം ബാക്കിയുള്ള എ കഴിഞ്ഞിട്ടുള്ള EIOU അത് ഹൈഡായി പോവോ? ഹൈഡ് ആയി പോവില്ല, സെയിം ലൈനിൽ തന്നെ ഒരു വലിയൊരു ലൈൻ ആയിട്ട് വരിക ചെയ്യാം.
സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കൃഷ്ണകുമാറിന്. എനിക്ക് ജസ്റ്റ് ഒന്ന് പിക്ക് എടുത്ത് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. റെക്കോർഡിങ്സ് ഞാൻ അയച്ചേക്കാം, ഇതിന്റെ അസൈൻമെന്റ്സ് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ. മാം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമുക്ക് ഇവിടെ ISTQB സർട്ടിഫിക്കേഷന് ട്രെയിനിങ് കൂടെ തരുന്നുണ്ടോ? ഉണ്ട്, അതിന് വേറെ കോഴ്സ് ഉണ്ടോ ISTQB-ന്റെ? അത് വേറെയാണല്ലേ, ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല? ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് അല്ല. ISTQB വേറെ തന്നെ. അത് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തെ കോഴ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നു തോന്നുന്നു. ഓക്കെ. ഞാൻ വേണമെങ്കിൽ തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ പറയാം, അതൊരു കോൾ ബാക്കിന് വേണ്ടി പറയാം ഞാൻ വേണമെങ്കിൽ. ഓക്കെ. ഞാൻ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. വെള്ളം കുടിച്ചു. ഓക്കെ. ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടെ. ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോടാ.